ഗായ്സ്, വെൽക്കം ടു ദ വീഡിയോ. ഇതിൻ്റെ ഫസ്റ്റത്തെ വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇന്നെ അറിയാത്തവരാണെങ്കിൽ ഐ ആം നെജ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോകാനുണ്ട് ആദ്യം തന്നെ. സോ യൂണിഫോം എടുത്തിട്ട് നമ്മൾ പോവുകയാണ്. പിന്നെ സൂപ്പർ മാർക്കറ്റിലെത്തിയിട്ട് എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ആങ്കിൾ എങ്ങനെയുണ്ട് ഗൈസ്, സമ്മർ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഇപ്പോൾ ജനലിൻ്റെ അടുത്ത് ക്യാമറ വെച്ചിട്ട് വീഡിയോ എടുക്കണേ ഒരു നല്ലൊരു കിട്ടുന്നില്ല, ആരും ഷൂട്ട് ചെയ്യുന്ന പോലെയല്ലേ. എനിക്ക് വീട്ടിൽ വന്നിട്ട് എടുക്കാമല്ലോ. സോ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയത്. കുറച്ച് സീഡ്സുകൾ, പിന്നെ എനിക്ക് കുറച്ച് കോക്കോ പൗഡറിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. പിന്നെ പാല്, വേറെന്തൊക്കെ വാങ്ങിയ ചിയാ സീഡ്സ് ഞാൻ കുറച്ച് വെള്ളത്തിലല്ല കേട്ടോ, പാലിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വൈകുന്നേരം നമ്മൾ ചിക്കു ജ്യൂസ് അടിക്കും, അപ്പോൾ അതിലിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചിയാ സീഡ്സ് ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. സോ ട്രൈ ചെയ്ത് നോക്കാൻ, എന്താ ഡീഹൈഡ്രേഷൻ ഹെൽപ്പ് ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ വേഗം മുകളിൽ പോയിട്ടൊന്ന് അടിച്ച് വാരി തുടച്ചു. ബിക്കോസ് റോഡ് സൈഡ് ആയതുകൊണ്ട് മുകളിൽ വേഗം പൊടി പിടിക്കും. പിന്നെ കുളിച്ച് നിസ്കരിച്ച് കുറച്ചിരുന്ന് ദിക്കറൊക്കെ ചൊല്ലി ഒരു 3 മണി ഒക്കെ കഴിയും ഞാൻ അടുക്കളയിലേക്ക് കയറാൻ. കഴിഞ്ഞ 2 കൊല്ലവും നാട്ടിലില്ലേനു, ഞാൻ പഠിക്കായിരുന്നു MSc. സോ പഞ്ചാബിലേനു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനത്തെ പരിപാടിയില്ലല്ലോ. അതിൻ്റെ മുന്നേ കോളേജിലൊക്കെ പഠിക്കുന്നതുകൊണ്ട് ഒരു വൈകുന്നേരം 5 മണി 6 മണി ആകുമ്പോഴേക്കും ഞാനും എന്നിട്ടതിന് ഓരോന്ന് ചെയ്യല്. ഇപ്പം ഈ പ്രാവശ്യം സമയമുണ്ടോ നല്ലപോലെ, അപ്പോൾ ഓരോ വെറൈറ്റികളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ എനിക്ക് എന്താ അറിയില്ല, 2 നോമ്പിന് എനിക്ക് ഭയങ്കര ക്ഷീണം അറിയില്ല. ഞാൻ നോമ്പ് തുറന്നു, മഗ്‌രിബ് നിസ്കരിക്കുന്നു, കിടന്നു പോകുന്നു. അന്തല്ലാണ്ട് നമ്മൾ കിടന്നു പോയില്ലേ, നമ്മളിവിടെ അന്തക്കേടെന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ കിടന്നു പോയി. പിന്നെ ഞാൻ എണീക്കുന്നത് 8:30 9 മണി ആകുമ്പോഴേക്കും. അപ്പോഴത്തേക്ക് ഫുൾ കിളി പോയി, ഏതാ നടക്കുന്നതെന്നൊന്നും അറിയില്ല അവസ്ഥയിലേക്കും. നമ്മൾ ഈ വൈകുന്നേരം ഉറങ്ങി എണീക്കൂലേ, ആ സംഭവം. ഇന്ന് പിന്നെ സമൂസ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ സമൂസക്കുള്ള ഇതിനുള്ള സാധനങ്ങളൊക്കെ ആക്കി വെച്ച്, എൻ്റെ ഈ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് വൃത്തി ഉണ്ടാവില്ലേക്കെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ പച്ച കൊണ്ടേ വെച്ചത്. എന്തിനാണ് ഞാൻ ഈ പച്ചയിലേക്ക് പോയെന്ന് കാരണമില്ല. സോ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് സാധനങ്ങളൊക്കെ വേണം. അതൊക്കെ ഞാൻ പിന്നെ ആഡ് ചെയ്തതിനോട് മറന്നുപോയി. ഇതൊക്കെ കൊണ്ടുപോയി വെച്ച് വീഡിയോ എടുക്കണം എന്നുള്ള സാധനം ഓർമ്മ. പിന്നെ ഈ ചോപ്പർ ഉണ്ടല്ലോ, ശരിക്കും ലൈഫ് സേവറാണ്. സാധാരണ നമുക്ക് ഉള്ളി എരിയുമ്പം കണ്ണ് ഓൾറെഡി നിറയല്ലോ. അപ്പോൾ ഈ റമദാൻ മാസം നമുക്ക് എന്തായാലും കുറേ ഉള്ളി എരിയാനുണ്ടാവും. അപ്പോൾ ചോപ്പറിലിടുമ്പോൾ വേഗം കാര്യം കഴിയും. എല്ലാം വയറ്റാനുള്ളല്ലോ. അപ്പം പിന്നെ ഷേപ്പിലരിയണം നിർബന്ധമൊന്നുമില്ല. ബിരിയാണിക്കൊക്കെ അറിയുമ്പോഴല്ലേ നമ്മൾ ഷേപ്പ് നോക്കും. ഇതിലിട്ട് 2 കറക്കം കറക്കുമ്പോഴത്തേക്കും സാധനം റെഡി. കണ്ടില്ലേ, അല്ലെങ്കിൽ 2 ഉള്ളി എരിയാനൊക്കെ എത്ര നേരം എടുക്കും, എത്ര കണ്ണീര് പോക്കേണ്ടി വരും. ദിസ് ഇസ് സിമ്പിൾ. പിന്നെ വെളുത്തുള്ളി എരിയാനുള്ള എൻ്റെ ട്രിക്കാണ്. സിമ്പിളായിട്ട് നമ്മൾ ഈ നടുവിൽ പീൽ ചെയ്താൽ മതി, നമുക്ക് ഇതാന്ന് പറഞ്ഞാൽ കിട്ടും. മറ്റേത് കഷ്ടപ്പെടണ്ട. ഈ എന്താ പറയുക, ഗാർലിക് പീലിംഗ് സെറ്റപ്പ് ഒന്നും എല്ലാവർക്കും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്താൽ മതി കേട്ടോ, വേഗം കഴിയും. പിന്നെ നമ്മൾ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇത് 3 കൂടി ഇട്ടിട്ട് വഴറ്റുക. ലേശം ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ വഴറ്റുക. അതിലേക്ക് ഫസ്റ്റിൽ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ, അത് ഷ്രെഡ് ചെയ്തിട്ട് അത് ആഡ് ചെയ്യുക. സാധാ സമോസേൻ്റെ തീം ഇതൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ. എൻ്റെ മെയിൻ സംഭവം എന്താ വെച്ചാൽ, ഞാനതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആ വക ഐറ്റംസ് ഒന്നും ഇടില്ല. ആകെ കുരുമുളക് പൊടിയും ഗരം മസാലയും, വേണമെങ്കിൽ കുറച്ച് ചിക്കൻ മസാല ഇടും. അത് കുറവാണ്. ഗരം മസാലയും കുരുമുളകും മാത്രമേ ഞാനതിൽ സ്പൈസസ് ആയിട്ട് ഇടുള്ളൂ. അപ്പോൾ ആ മസാലയ്ക്ക് വേറെ തന്നെ ടേസ്റ്റാണ്. ഈ ഉപ്പ് നമ്മൾ ഉപ്പും കൂടി ഇട്ടിട്ട് ഫൈനൽ വഴറ്റിയിട്ട് എടുത്ത് വെക്കുക. ഇനി ഉമ്മ വന്നിട്ട് ഇത് നിറയ്ക്കാനുള്ള തൊലി വരച്ച് തരണം. ബിക്കോസ് ഞാൻ പരത്തിയാൽ ചിലപ്പം കട്ടി കൂടി പോകും, ഉപ്പ് കുറഞ്ഞു പോകും. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. സോ ഉമ്മ വരണോട്ടെ, എന്തിനാകുമ്പോൾ കഷ്ടപ്പെടുന്നത്. അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ പാത്രം കഴുകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ കഷ്ടപ്പാടായിരിക്കും. അവസാനം കുറേ പാത്രം കാണുമ്പം കഴുകാൻ തോന്നില്ല. അപ്പോൾ പെട്ടെന്നുള്ള കുറച്ച് പാത്രങ്ങൾ കഴുകി വെച്ചാൽ ആ പരിപാടിയും ഖലാസ്. കഴുകി വെക്കുക. അതിൻ്റെ കൂട്ടത്തിൽ സൈഡിലുള്ള ഒക്കെ ഒന്ന് ഫുൾ ക്ലീൻ ആക്കിയും കൂടി വെച്ചാൽ പിന്നെ നമുക്ക് പണിയെടുക്കാൻ തോന്നും എന്ന് വിചാരിക്കുന്നു. പിന്നെ അമ്മ വരിക 5:30 ആവട്ടോ. സാധാരണകളിൽ രാവിലെ നോമ്പാവുമ്പോൾ 4:30 ഓഫീസ് കഴിയും, 5:30 ആകുമ്പോഴത്തേ എത്തും. അപ്പം അമ്മ വരുന്നതിന് മുന്നേ മാക്സിമം പണി തീർത്ത് വെക്കലാണ് നമ്മളെ ടാസ്ക്. ബിക്കോസ് അമ്മ വന്നാൽ അമ്മ എന്നെങ്കാട്ടും ചക്കപ്പൊക്കെയാണ്. സോ എല്ലാം പെട്ടെന്ന് സ്പീഡിലേക്ക് നടക്കുക, വീഡിയോ എടുക്കാനുള്ള സാവകാശമൊന്നും കിട്ടില്ല. അപ്പോൾ ഇന്ന് ജ്യൂസായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, ചിക്കു ജ്യൂസാണ്. സോ നമ്മൾ നല്ലപോലെ ചിക്കു എടുത്ത് സാധാ ജ്യൂസ് അടിക്കുക, അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ എന്തിനാ നിങ്ങളോട് നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തിനാണ് എന്നോട് പറയുന്നതില്ലേ. ബിക്കോസ് എനിക്കറിയില്ല. ഈ മഷൂറ ബഷീറൊക്കെ വീഡിയോ എടുക്കുമ്പം ഞാനിങ്ങനെ അവരടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ നോക്കി നിൽക്കലുണ്ട്. അതുപോലെയൊക്കെ നിങ്ങൾ നോക്കി നിൽക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷെ ഇതിലൊന്നും എക്സൈറ്റിംഗ് ആയിട്ട് എന്തുകൊണ്ടോ ഐ ഡോണ്ട് നോ. പക്ഷേ ഇതാണ് എൻ്റെ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവം. ഓക്കെ, അങ്ങനെ പറയാം അല്ലേ. ഇതാണ് എൻ്റെ അവിടെ ഇന്നലെ നടന്നത്, അങ്ങനെ പറയാം. അപ്പോൾ അത്യാവശ്യം നല്ല ചിക്കോസ് ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അതിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് ഇടും. ഈ അണ്ടിപ്പരിപ്പ് ഇപ്പോൾ നോമ്പിനേക്ക് വാങ്ങി വെച്ചതുകൊണ്ട് നല്ലപോലെ ഞാൻ എല്ലാത്തിലും ഇടും. അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമാണ്, ഒരു കടിക്കാൻ കിട്ടും. സോ അതും പിന്നെ നമ്മൾ നേരത്തെ പാലിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിയാ സീഡ്സ് ഇല്ലേ, ഡീഹൈഡ്രേഷൻ അടിപൊളിയാണെന്നാകട്ടെ. സോ അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ കലക്കി ഫ്രിഡ്ജിലെടുത്ത് വെക്കുക, തണുപ്പ് കിട്ടണമല്ലോ. പിന്നെ തന്നെ നെക്സ്റ്റ് ഐറ്റമാണ് നൂൽപുട്ട്. ഇന്നലെ പത്തിരിക്ക് ഞാനായിരുന്നു മാവുണ്ടാക്കി.
അപ്പോൾ കുറച്ച് മാവ് കൂടുതലായി അപ്പം ഒന്നും പത്തിരി ഉണ്ടാക്കാൻ എനിക്ക് മൂട് വന്നില്ല. ഞാൻ വിചാരിച്ചു നൂൽപുട്ട് വേറെ ഐത്തി. ഈ നൂൽപുട്ടിൻ്റെ അച്ചൊക്കെ ഞാൻ എവിടേക്കോ പോയി കൊണ്ടുവന്നതാണ്. ഇവിടെ എവിടെ ഇല്ലേനും. മൂത്തമ്മനായിട്ട് നോക്കിയപ്പോൾ അവിടെ ചില്ലേ ഇല്ല. അങ്ങനെ ഞാൻ അപ്പുറത്ത് വേറെ ഒരു വീട്ടിൽ പോയിട്ടൊക്കെയാണ് നൂൽപുട്ടിൻ്റെ അച്ച് വാങ്ങിക്കൊണ്ടത്. ഫുൾ സ്റ്റോറീസാണ്. എൻ്റെ അരച്ചിൽ പോകത്തിട്ടായെന്നുള്ളത് നമുക്ക് അവസാനം കാണാം. പിന്നെ ഒന്ന് ഫ്രൂട്ട്സ് ആയിട്ടുള്ളത് ഓറഞ്ച്, അനാറ്, പിന്നെ കോർ ഓഫ് ദി ഇവൻറ്റ് എന്താ ബത്തക്ക. ഈ കത്തിയൊക്കെ ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്. നോമ്പ് പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേക്കും നോമ്പിനൊക്കെ യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. സോ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഗൈസ്, ഞാൻ നിസ്കരിക്കാൻ വന്നതാണ്. ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു. ബാക്കി പ്ലേറ്റും കാര്യങ്ങളൊക്കെയാണ് ബാക്കിയുള്ളത്. സോ നമുക്കിനി നിസ്കരിക്കാം. ഞാൻ നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഉമ്മ സമൂസക്കുള്ള ഷീറ്റൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിലും അമ്മ ഭയങ്കര ഫാസ്റ്റാണ്. ഉമ്മ ബാക്കിയുള്ളത് നിറച്ചും കഴിഞ്ഞിട്ട് എനിക്കൊന്ന് വീഡിയോ എടുക്കാൻ കിട്ടുമെന്ന് തന്നെ സംശയമാണ്. കണ്ടത് അവസാനത്തത് അമ്മ എന്ത് ഫാസ്റ്റായിട്ടാണെന്ന് പറയും. ഇപ്പം നമ്മൾ ലുക്ക് നോക്കാറില്ല. നമ്മൾ എത്ര പെട്ടെന്ന് സാധനങ്ങൾ കഴിയുന്നു, പൊരിക്കുന്നു, തിന്നുന്നു മാത്രമേ നോക്കുള്ളൂ. നമ്മൾ തന്നെയല്ലേ ഉള്ളൂ, വേറെ ആർക്കും കൊടുക്കാനൊന്നും ഇല്ലല്ലോ. കുഞ്ഞു സമൂസകളായിക്കിട്ടോ. അതാകുമ്പോൾ കുറേ തിന്നാം. ലൈക്ക് 1-2 തിന്നുമ്പോഴത്തേക്കൊന്നും അറിയില്ല. കുറേ തിന്നാം. അപ്പോൾ നമുക്ക് കുറേ തിന്നാൻ ഒരു വൈബും കിട്ടും. അങ്ങനെ രണ്ടാമത്തെ നോമ്പ് നല്ലപോലെ കഴിഞ്ഞു. അങ്ങനെ നോമ്പ് എടുക്കുമ്പോൾ വലിയ ക്ഷീണമൊന്നും ഇല്ലേനും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നോമ്പ് തുറന്ന് കഴിയുമ്പോഴാണ് ഒരു മന്ദപ്പൊക്കെ ഉള്ളത്. അപ്പോൾ അൽഹംദുലില്ലാ കാരക്കൊണ്ട് നോമ്പ് തുറന്ന് നല്ല സമൂസ അതിനിട്ടോ. ഞാൻ തിന്ന് നോക്കി, അടിപൊളിയേനും. കുറച്ച് ലേശൊരു ഉപ്പ് കൂടി പോയിട്ടുണ്ടോ എന്നുള്ള ഡൗട്ട് ഉണ്ട് എന്നല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലേനും. ഈ ഫ്രൂട്ട്സ് ഇങ്ങനെ അരിഞ്ഞ് വെച്ച് ഞാൻ ലുക്കിന് വേണ്ടി അരിഞ്ഞ് വെച്ചതാ. കുറേ ഒന്നും തിന്നില്ല. രാത്രി പിന്നെയും അത്താഴത്തിനൊക്കെ ആയിട്ടാണ് തിന്ന് തീർത്തത്. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ചായ കുടിക്കൽ. നല്ല നൂൽപുട്ടായിരുന്നു കേട്ടോ, അടിപൊളിയും. അത് കഴിഞ്ഞിട്ട് പിന്നെ തറാവി നിസ്കരിക്കാൻ പോയി. പിന്നെ അങ്ങനെ ഉറങ്ങി. അങ്ങനെ ഡേ 1 അത്രയേ ഉള്ളൂ. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെന്താ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ. ഓക്കെ, ബൈ.